എടുക്കാൻ പറ്റിയില്ല. അതിനുള്ള കാരണം വന്ന ഉടനെ നമുക്ക് നമ്മുടെ ആ നല്ല മൊമെന്റ്സ് ക്യാമറ ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്ക് ഇല്ലായിരുന്നു. അപ്പം നേരെ വന്നിട്ട് ഞങ്ങൾ കൊല്ലത്ത് ഞാൻ നിന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാൻ വന്നതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇന്ന് ചെയ്തു തുടങ്ങണം. സോ അപ്പോൾ ഞാൻ വന്നതിനെ കുറിച്ച് ഒന്നും പറയാത്ത ഒരാളോട് നമുക്ക് ചോദിക്കാം. ഇന്നലത്തെ ബാക്കി എൻഡിങ് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത് പുതിയ വ്ളോഗായിട്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. പറയൂ, എന്താണ് താങ്കൾക്ക് ഞാൻ വന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം? 3 മാസത്തെ ഒരു കാലയളവിന് ശേഷം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മിസ്സിങ് ആണല്ലോ. അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെയല്ലേ ഗൈസ്, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമുക്കത് വളരെ സന്തോഷമാണ്. നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ അച്ഛനും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വരുന്ന കണക്കത്തെ ഒരു ഫീലൊക്കെയാണ്. കുറേ നീണ്ട ഇടവേളകൾക്ക് ശേഷം നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഒരു ഫീൽ, അത് ക്യാമറയിൽ ചിലപ്പം അത് പകർത്താനൊക്കെ ചില സമയത്ത് പറ്റത്തില്ലായിരിക്കും. നമ്മുടെ ഇമോഷൻസ് അതിനെ വറി ചെയ്യും. അതാ ഞാൻ ഇന്നലെ ക്യാമറ ആയിട്ട് വണ്ടി കണ്ടപ്പോൾ തന്നെ എൻ്റെ ക്യാമറ എവിടാണ്ടൊക്കെ പോയി. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ എയർപോർട്ട് വരെയുള്ള വീഡിയോ ഞാൻ ഇടാം, അതൊരു വ്ളോഗായിട്ട് ഇടാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആ ദേവയെ കണ്ടതിന് ശേഷം ക്യാമറ ഗുഡു ഇങ്ങനെയൊക്കെ പോവായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണമുണ്ട്. അപ്പോൾ അതിനൊരു സാരി എനിക്ക് എടുക്കണം. അപ്പം അതിന് വേണ്ടി ഞാൻ പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കൊല്ലമെത്തി. സന്തോഷം ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. പക്ഷെ ഇന്നലെ നല്ല ടയേർഡായിരുന്നു. ഇന്നലെ ഞാനും ദേവയും എന്തോ തലയ്ക്ക് അടി കിട്ടിയ ആൾക്കാരെ പോലായിരുന്നു. ഒരു ബോധവും ഇല്ലായിരുന്നു. രാത്രി 2 മണിയെങ്ങാണ്ടായി ഞങ്ങൾ അല്ല. പക്ഷെ ഞാൻ പറയില്ല, ആ ഫ്ലൈറ്റ് നിങ്ങൾ കണ്ടാണ്. ഞാൻ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സീറ്റിലായിരുന്ന, തലവേദന. ദേവ വണ്ടി ഓടിച്ചതിൻ്റെ എഫക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ വന്നേക്കാം ഗൈസ്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഇവിടെ നമ്മുടെ ആശ്രമത്തുള്ള കമ്പാനിയൻ വെറ്റിനറി ഹോസ്പിറ്റലിൽ വന്നേക്കുക. എന്തോ ഒരു കാര്യത്തിന് എന്തുവാന്ന് അറിയത്തില്ല എനിക്ക്. അപ്പം ആക്ച്വലി ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ലേറ്റായെന്ന് വെച്ചാൽ നേരത്തെ അല്ല, രാവിലെ എണീറ്റു. പക്ഷെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ ലേറ്റായി. വീട്ടിൽ പോകുമ്പം എനിക്ക് രാവിലത്തെ വീഡിയോ എടുക്കണം എന്നായിരുന്നു. അപ്പോൾ രാത്രി ചെന്ന ആരുടെയും ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ നമുക്ക് വീട്ടിൽ ചെല്ലുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കതുകൊണ്ട് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ബട്ട് യാ, ഐ എം സോ ഹാപ്പി. ദേവ അങ്ങ് സുന്ദരനായി ഞാൻ ഇല്ലാത്തപ്പോ. ഞങ്ങൾ പുളിമൂട്ടിൽ വലുതാക്കിയല്ലേ. ഗൈസ്, എനിക്ക് സാരി നോക്കാനായിട്ട് ഇവിടെ പുളിമൂട്ടിൽ വന്നേ. പക്ഷെ ഈ സാരി കുറേ ഞാൻ ഓൺലൈൻ നോക്കി കിട്ടിയിട്ടില്ലായിരുന്നു. നോക്കാം ഗൈസ്, എനിക്ക് വയലറ്റ് അല്ലെങ്കിൽ ബ്രൗണ് കേട്ടോ. പക്ഷെ ആ ബ്രൗണിനകത്ത് കുഴപ്പമില്ല വെച്ചിരുന്നു. അപ്പോൾ ബ്രൗൺ സാരി, ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ വയലറ്റ്, ഈ 2 കളറാണ് വേണ്ടത്. ഞാൻ ഏത് കളർ എടുക്കണം? ചാണകപ്പച്ച. സാരി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവ ഇപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാഞ്ചന സിനിമയിലെ ഡയലോഗാണ്. മറ്റേ രാഘവ ലോറൻസ് തുണിക്കടയിൽ പോയിട്ട് ഇങ്ങനെയുള്ള ഓരോ സാരി ഇങ്ങനെ നോക്കിയിട്ട് ഇത് ചുവപ്പ് സാരി അത് എന്നുള്ളത് അത് ഇമിറ്റേറ്റ് ചെയ്ത് അവിടെ ഇന്ന് കാണിക്കുമായിരുന്നു ഗൈസ്.
എന്ത് രണ്ട് കല്യാണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ രണ്ട് ബ്ലൗസ് ചെയ്യണം. ഒരെണ്ണം ഇത് തയ്ക്കണം. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ ചേച്ചി. പെട്ടെന്ന് വന്നില്ലേ? പെട്ടെന്ന് ഉടുക്കുന്ന ഒരു സംഭവം ഇങ്ങനെ നിർത്തിയത്. ഈ സാരി ഉടുത്തു നോക്കിയിട്ട് പ്രേക്ഷകരെ നിങ്ങൾ പറയണം മീനാക്ഷി ചേരുന്നില്ലേ. ഇപ്പൊ എടുത്തു നോക്കണോ? അവരെ കൊണ്ട് പണി കൊടുക്കാ. എന്നാ കൊടുക്കാം. നോക്കാം. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ദേവ സാരി നമ്മുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് തരാനും സാധാ ആണുങ്ങളെ പോലല്ല, സാധനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിന്ന് സെലക്ട് ചെയ്യാനൊക്കെ ചെയ്തു തരും. പിന്നെ ഈ സാരി എനിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് എന്നെ ദേവമായിട്ട് പോയാൽ ദേവയ്ക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ 6 കട, മിനിമം 6, എന്നാലേ ദേവ എടുക്കത്തുള്ളൂ. സെലക്ഷനിൽ കൊമ്പൻ. കൂട്ടത്തിൽ മികച്ചത് ട്രെൻഡി ആരും ഇടാത്ത സാധനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യേക വൈബ് സാധനങ്ങൾ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെയാണ്. അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തു. ഈ സാരി എനിക്ക് കൊള്ളാവോ? ഞാൻ സെലക്ട് ചെയ്തത് കൊള്ളാം, സെലക്ട് ചെയ്തത് കൊള്ളത്തില്ല. അയ്യോ, അതിനി നിന്റെ ഫാൻസുകാർ പറയണം ഏതാ നല്ലത്. അതാ എല്ലാരും പറയണേ. ബ്ലൗസ് പീസ് എടുക്കണം. ബ്ലൗസ് പീസ് എനിക്ക് മറ്റേ ബനാറസിൻ്റെ എടുക്കാം. അപ്പം ബ്ലൗസ് പീസ് കിട്ടിയില്ല, നമുക്ക് വേറെ കടയിൽ പോയി നോക്കേണ്ടി വരും ബ്ലൗസ് പീസ്. ഇത്രയും ഹൈറ്റ് ഉള്ളൊരു ചേച്ചിയുടെ പേരെന്താ? ഷീജ. ചേട്ടോ ഹെൽപ്പ് ചെയ്തത് നല്ല സർവീസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു ഗൈസ്. ഞങ്ങൾക്ക് നല്ല വിലയായി കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ കാത്തു നിൽക്കുവാണ്. ബ്ലൗസ് പീസ് കിട്ടിയില്ല, ബ്ലൗസ് പീസ് എടുക്കണം. എനിക്കിപ്പോൾ ഒരു നാണവമാനം ഇല്ലാണ്ടായി. നേരത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങൾക്ക് ഇനി ഒരു റെസ്ക്യൂ ഉണ്ട്. എവിടെയാ? കാവനാട് സ്കൂളിൽ. ഞാൻ വരുമ്പം ഒരു റെസ്ക്യൂ വീഡിയോ എടുക്കണം, എൻ്റെ ഇതിനെ വ്ളോഗിലിടണം എന്ന് ഞാൻ വിചാരിച്ചു. കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വന്നു. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. ഈ നാണം ഇല്ലാത്തവൾ എന്തോ പറയുന്നു. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ ഈ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഇനി ഒരു റെസ്ക്യൂ ഉണ്ട്. ബാക്ക് ടു ഞാൻ വർക്ക്. യെസ് ഗൈസ്, ഞാൻ ബാക്ക് ടു വർക്ക്. പണ്ട് ഇതായിരുന്നു ഞങ്ങൾക്ക് തന്നെയായിരുന്നു. ഞങ്ങള് ജോലിയിലൂടെ സന്തോഷം നേടുക, കാശൊപ്പിക്കുക, ആ കാശിനെ അടിച്ചു പൊളിക്കുക, തിന്നുക, കറങ്ങുക, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഞാൻ പഠിക്കും. അതിൽ കിട്ടുന്ന സന്തോഷം നമുക്ക് വേറെ എവിടെ കിട്ടുന്നില്ല ഗായ്സ്. ഇത്രയും നേരം ഉണ്ടാകുന്ന ദേവ ആൾക്കാരില്ലാത്തപ്പോ കണ്ടു. അതല്ല, നമ്മുടെ മെയിൻ സാധനം വരുമ്പോ നമുക്ക് സംസാരിക്കണ്ടേ, നമുക്ക് സംസാരിച്ച് മറിക്കണം. അതിനകത്ത് ദേവ റെസ്ക്യൂ, ദേവ വെറ്റിനറിക്കകത്ത് പെറ്റിട്ടങ്ങാണ്ട ദേവ ആനിമൽസിന്റെ തുടിപ്പറിഞ്ഞ ആളാ. തുടിപ്പ് അങ്ങനെയൊന്നും ഇല്ല ഗായ്സ്. നമുക്ക് ഒരു സന്തോഷം. മാൻ പവർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് ചുമ്മാ ഇരുന്നാ ദേവ ആരെങ്കിലും ഉണ്ടോ കമന്റ് ചെയ്യാ. ചുമ്മാതിരുന്നാൽ മൂഡ് ഓഫ് ആവുന്ന ആരെങ്കിലും. നമ്മളൊക്കെ ഓരോ ദിവസം എങ്ങനെയും വെറുതെ ഇരിക്കാൻ ദേവയ്ക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. ചുമ്മാ ഇരുന്ന അപ്പ ദേവ മൂഡ് ഓഫ് ആവും. ഭയങ്കര സീന അന്നത്തെ ദിവസം. സീന ദേവ പണിയെടുക്കാൻ ജനിച്ചാള്. പണിയെടുക്കാൻ പണിയല്ല, നമുക്ക്
വെറുതെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കണം. എൻഗേജ്ഡ് ആയിട്ടിരിക്കണോ? വെറുതെ ഇരിക്കാൻ ഫോൺ കുത്തിയൊന്നും ഒരുപാട് നേരം ഇരിക്കത്തില്ല. കൊച്ചിലേ തൊട്ട് തന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ആൾക്കാരെ സഹായിക്കാനും വീട്ടിലുള്ളവർക്ക് തന്നെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തും ഫോണിൽ ഗെയിം പോലും കളിക്കത്തില്ല. ഗെയിം കളിക്കത്തില്ല, ചുമ്മാ ഗെയിം കളിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് ഗെയിം പോലും കളിക്കത്തില്ല. ഞാനൊക്കെ വെറുതെ കളിക്കുന്ന ഫോണിൽ കളിക്കുന്ന മറ്റേ സ്നേക്കിന്റെ ഒരു ഗെയിം ഉണ്ട്. പണ്ടത്തെ ആ ഒരു ടോർച്ചിന്റെ ഫോൺ 1200 നോക്കിയടാ. അതിനകത്ത് മറ്റേ പാമ്പിന്റെ ഒരു കളിയുണ്ട്. അതാണ് എന്റെ ഫേവറേറ്റ് ഗെയിം. ഞാനൊക്കെ വെറുതെ ഇരിക്കാനാണ്. ഒരു ദിവസം കിട്ടിയാൽ ഞാനൊക്കെ വെറുതെ ഇരുന്നാലും സന്തോഷം. അങ്ങനൊന്നുമില്ല. നോക്ക് ഗൈസ്, ഞാൻ പോകുന്നവരെ ഇവിടെ അലവലാദികളായിട്ട് അലവലാതി റോഡായിരുന്നു ഗൈസ്. ഇപ്പൊ അടിപൊളിയാക്കി നമ്മുടെ ഇതേതാ KSRTC ബസ് സ്റ്റാൻഡിലെ റോഡ്. ഗൈസ് ഇത് നോക്കൂ, നമ്മൾ ഇത് വഴിയാണ് പോകുന്നത്. ഇത് അറ്റമില്ല. ഓപ്പൺ ചെയ്തു. അല്ല അറ്റമില്ലല്ലോ ഇത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിച്ച് ഞാൻ ആദ്യമായിട്ട് ഇത് വഴി വണ്ടി പോന്ന നമ്മള് നടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മള് തിരിച്ചു വരും. ഇത് എവിടെ അപ്പുറം പോയി കയറത്തില്ലേ? ഇതോ അറബശാല ഇല്ലേ ഗൈസ്? ചില ആൾക്കാർക്ക് വിയർപ്പിന്റെ അസുഖമുള്ളത്. ദേവയ്ക്ക് വിയർത്തില്ലെങ്കിൽ പറ്റത്തില്ല. ഇങ്ങനെ അസുഖമുണ്ട്. വിയർത്തില്ലെങ്കിൽ ദേവയ്ക്ക് ഭയങ്കര ഇഷ്ടം. പാവ. ഈ ചൂടത്ത് ഫാൻ ഇടാതെ കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തുപ്പി മെൻഷൻ ചെയ്യട്ടെ ഞാൻ. പറ്റി പിടിക്കാൻ പോവാണ്. നോക്കാം. എവിടെയാ? അവിടെ ഒരു ബക്കറ്റിൻ്റെ അടുത്ത് ഒരാൾ തലയിലെടുക്കുന്നുണ്ടോ? വാഴയുടെ ഇടയിൽ കൂടെ. അതാണ് ഇവിടെ കത്തിക്കുന്ന കേട്ടാ കേട്ടാ. കിട്ടി. സന്തോഷായ അത് കുഴപ്പമില്ല. ഇടട്ടെ അത് പോയല്ലോ. അപ്പോൾ ഞങ്ങളുടെ റെസ്ക്യൂ കഴിഞ്ഞു. അടിപൊളി റെസ്ക്യൂ ആയിരുന്നു. കാരണം അരമണിക്കൂർ റെസ്ക്യൂ തീർന്നതുകൊണ്ട്. സാധാരണ ഞങ്ങള് വന്നാല് 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കാത്തു നിന്ന് അവസാനം മടുത്ത് പോവാറാകുമ്പോ പട്ടി അവിടെ നിന്ന് നടന്നു വരുന്നത് കാണാറുണ്ട്. ഇതെന്റെ സൂക്ഷ്മദർശിനി, എന്റെ വിഷൻ, എന്റെ ബ്ലൂ പ്രിന്റ് വഴിയാണ് ഞാൻ അതിനെ കണ്ടെത്തിയത്. എന്റെ ഏതോ കാട്ടിന്റെ ഇടയിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചു. ഞാൻ മൂത്രം ഒഴിക്കാനായിട്ട് ഒരിടത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരാളൊഴിഞ്ഞൊരു വീട് കണ്ടു. അതിന്റെ മതിൽ ചാടി സ്റ്റെപ്പ് വഴിയൊക്കെ കയറി മേളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക്, മേളിൽ നിന്ന് താഴെ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റെപ്പിന്റെ അടിയിൽ കിടക്കുന്ന ഒരാൾ. പക്ഷെ ഞാൻ അന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു. ഞാൻ അത് കണ്ട സന്തോഷത്തിൽ ഞാൻ അവിടെ നിന്ന് തുള്ളിച്ചാടി ഇറങ്ങി. നമുക്ക് സന്തോഷം വരുമ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. തുള്ളിച്ചാടി ഇറങ്ങി. ഞാൻ മീനാക്ഷി വിളിച്ചിട്ട് പറഞ്ഞു, മീനാക്ഷി വലയൊക്കെ സെറ്റ് ചെയ്യും, ആളെ കണ്ടിട്ടുണ്ട്, നമുക്ക് ക്യാച്ച് ചെയ്യാം. പക്ഷെ അത് പിന്നെ അവിടുന്ന് എണീറ്റ് വേറോട്ട് പോയി പിന്നെയാണ് കിട്ടിയത്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് കിട്ടി, അരമണിക്കൂറിനുള്ളിൽ കിട്ടി. അത് ഈ ചൂടത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഭയങ്കര ചൂട്. ഞാൻ വന്ന് മഴ വരുന്നില്ല, മഴയ്ക്ക് വേണ്ട, കഷ്ടം. പക്ഷെ എന്തായാലും പട്ടിയെ കിട്ടി കേട്ടോ. കൊച്ചു പട്ടിക്കുട്ടിയായിരുന്നു. ഒരു 7 മാസം.
കരിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട്. ഗായ്സ്, ഇതാ ദിസ് ഈസ് ഉണ്ണിയപ്പം. ഞങ്ങളുടെ മലയാളികളുടെ ഒരു പ്രത്യേക ഒരു ചായ പലഹാരം എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ വരുന്നത് എല്ലാവർക്കും അറിയാം. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, മാമൻ, എൻ്റെ അനിയത്തി എല്ലാവർക്കും അറിയാം. പക്ഷെ 2 പേർക്ക് മാത്രം ഒരു ഐഡിയ ഇല്ല ഞാൻ വരുന്നത്. അപ്പൊ അവരുടെ റിയാക്ഷൻ എന്തുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു റിയാക്ഷൻ ഇല്ലാത്ത ആണെങ്കിൽ ഞാൻ മൂന്നില്ല കേട്ടോ. ചിരിക്കുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾ കണ്ടില്ല ചിരിക്കുന്ന. ഇതെന്റെ ആദ്യത്തെ മോള്, ഇതെന്റെ 2ാമത്തെ മോള്. ഞാൻ ഇത് കഥ തന്നിട്ടപ്പോ ഇവിടെ വന്ന് കിടന്നാണോ? ഏതോ നാറി വരുന്നു. ഇത് ആബി, ഇത് ബേബി. ഇവളെ അഡോപ്റ്റ് ചെയ്തോ. ഇത് നല്ല മോള. അത് എന്റെ മമ്മി ഒരുങ്ങി നിൽക്കുന്നത്. പിന്നെ ഇനി ഇതാണ് എൻ്റെ വീട് ഗൈസ്, എൻ്റെ ചക്ക. ആബിക്കുട്ടി ഇവളൊരു മൊണ്ണയാണ്. എൻ്റെ പൊന്നെ എന്തൊക്കെയോ വിവരക്കേടൊക്കെ പറയുന്നല്ലാതെ അവൾക്കറിയില്ല. ഇവള് കലിപ്പല്ല, ഇവള് എന്താ പറയുക, ഇവള് ഹൈപ്പറാ. അതുകൊണ്ടാണ് ഇവളെ കെട്ടിയിട്ടേക്കുന്നത്. പക്ഷെ എൻ്റെ കുഞ്ഞു പാവം, എൻ്റെ കുഞ്ഞു പാവം. വാ പൊന്നെ, പറ എൻ്റെ വീടിനെ കുറിച്ച് പറ 2 വാക്ക്. അടുത്ത് വീട് പറ. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് നല്ലൊരു ഡൈനിങ് ടേബിൾ എൻ്റെ വീട്ടിലെ നെടുമുറ്റം. എന്താ അമ്മ ഞാൻ ഞാൻ വന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? സന്തോഷമാണ്. ബ്ലാക്ക് ലേഡി. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം അതിനുശേഷം വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, വ്ളോഗിന് വേണ്ടി വീഡിയോസ് ഒന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നു, എല്ലാവരെയും കണ്ടു, സന്തോഷം. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ഫുള്ള് അവരുമായിട്ടൊക്കെ സംസാരിച്ച്, പിന്നെ ഞാൻ പറഞ്ഞില്ല സാരി വാങ്ങിച്ചതെല്ലാം കാണിച്ച്, പിന്നെ നമ്മുടെ കാഷ്വൽ മല്ലു ടോക്സ്, ഫാമിലി ടോക്സ് അങ്ങനെയൊക്കെ ഇരുന്ന് സമയം പോയി. പിന്നെ എൻ്റെ പട്ടിക്കുട്ടികളെയൊക്കെ കളിപ്പിച്ചും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നിട്ട് സമയം പോയി. അതുകൊണ്ട് പുതിയ അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ പുറത്തൊന്നും പോയില്ല. പിന്നെ ഗൈസ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കാഷ്വലി നമ്മളങ്ങനെ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറന്നും പോയി. അതുകൊണ്ട് ചിലപ്പോൾ ഇനി അങ്ങോട്ട് ശരിയാവുമായിരിക്കും, നമ്മളെല്ലാ വീഡിയോസും എടുത്തെടുത്ത് വരുമ്പോൾ ശരിയാവുമായിരിക്കും. പക്ഷെ പിന്നെയും എനിക്ക് ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അത് ചിലപ്പോൾ എൻ്റെ ഒരു രീതി ആയിരിക്കാം, എന്നെപ്പോലെ പലരും കാണാം. അതുകൊണ്ട് അത് ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു മൊമെൻറ്റ്, നമ്മളുടെ മൊമെൻറ്റ് നമ്മളായിട്ട് മാത്രം ഇങ്ങനെ ആ ഒരു പേഴ്സണലായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഗൈസ് ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ജയ്പൂർ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രീമായിട്ട് പോയതാണ്. അവിടെ പഠിക്കുക, BVSC പഠിക്കുന്നതും പിന്നെ അല്ലെ ആ ഒരു കോഴ്സ് പഠിക്കുന്നതും കോളേജിൽ പോകുന്നതും ഒഴിച്ച് ബാക്കി അങ്ങനെ വലിയ ഹാപ്പിനെസ് ഒന്നും അവിടെ ഇല്ല. കാരണം കോളേജിൽ പോവുക, റൂമിൽ വരിക എന്നുള്ളതല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെയല്ല, നമ്മുടെ വീട്, നമ്മുടെ റൂം, നമ്മളെ ചുറ്റിപ്പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ കംഫർട്ട് സോണായിട്ടുള്ള ആൾക്കാർ, പിന്നെ പുറത്തോട്ടിറങ്ങിയാലും നമ്മുടെ
ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് പലരോടും സംസാരിക്കാൻ പറ്റുക. സോ അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മുടെ നാട്ടിൽ വരുന്നതും. പിന്നെ അത് ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ഇരിക്കുന്ന സമയത്ത് ഒരു 10-20-25 മിനിറ്റ് മുമ്പ് പൈലറ്റ് അനൗൺസ് ചെയ്യും, നിങ്ങളിപ്പോൾ ഒരു 20 മിനിറ്റിനുള്ളിൽ ലാൻഡ് ചെയ്യും ട്രിവാൻഡ്രം. അത് പറയുമ്പോൾ തന്നെ ട്രിവാൻഡ്രം കേൾക്കുമ്പോൾ തന്നെ സന്തോഷം, ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ ഒരു വാവ് ഐ ആം ഹോം എന്നുള്ളൊരു ചിന്ത വരും. അപ്പം പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും, നേരത്തെ വീഡിയോയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് ഇറങ്ങി എയർപോർട്ടിന് വെടി ഇറങ്ങുമ്പം തന്നെ വീട്ടിൽ വരണമെന്നില്ല, വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ഒരു സെക്യൂർഡായിട്ടുള്ളൊരു ഫീല് വരുന്നത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കാറും ദേവയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു 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 വിശ്വാസമാണ്. ഇങ്ങനെ വാവ് ഞാൻ ഐ എം ഹാപ്പി നൗ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് തന്നെ വരും. പിന്നെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ റൂം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂം, അതിനകത്തിരിക്കുന്നത്. അത് വല്ലാത്തൊരു ഫീലാണ് ഗൈസ്. അത് എനിക്ക് തോന്നുന്നു പുറത്ത് പോയിട്ട്, ഇപ്പം പുറത്തൊക്കെ പോയിട്ട് ട്രെയിനിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ നമ്മുടെ ബോർഡ് കാണുമ്പോൾ, നമ്മുടെ നാടിൻ്റെ ബോർഡ് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലില്ലേ. സോ അതുപോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ജയ്പൂർ ടു ട്രിവാൻഡ്രം ടു എൻ്റെ വീട്, ഇത്രയേ ഉള്ളൂ ആ ഒരു ട്രാവൽ. അതിനിടയിൽ ഒരു റെസ്ക്യൂ വന്നു. ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു റെസ്ക്യൂ ഒക്കെ എടുക്കണം എന്ന്. സോ എനിവേ ആ റെസ്ക്യൂ ഒക്കെ എടുത്തു. സോ ഇപ്പം ഞാൻ എൻ്റെ മുറിയിലാണ്, കിടക്കാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും സ്കിപ്പ് അടിച്ച് പോവാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്കത് മെച്ചപ്പെടുത്താൻ പറ്റും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.